ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 2026 36 പ്രഭാതത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും സന്തോഷമാണോ? വലിയ നോമ്പ് അവസാനിക്കാൻ പോവുകയാണ്. നമ്മളിന്ന് ധ്യാനിക്കുവാൻ തക്ക വിധം തിരഞ്ഞെടുക്കുന്ന വേദഭാഗം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനമാണ്. ബൈബിൾ കയ്യിലെടുക്കാം, നമുക്ക് ചേർന്ന് വായിക്കാം. നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നദ്ധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. വിലകെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം നീ സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. ഒന്ന്, നമ്മൾ ഒരു തിരിച്ചുവരവിന്, അതായത് നമ്മുടെ നിലവിലത്തെ ജീവിതത്തെ ഒന്ന് മെച്ചപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ സ്വപ്നം നമ്മിലൂടെ പൂവണിയുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളും തെരഞ്ഞെടുപ്പുകളും പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതശൈലികൾ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നദ്ധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം എന്ന് പറഞ്ഞാൽ, ഒരു താന്തോന്നിയായി ദുർമാർഗങ്ങളിലൂടെ പാപവഴികളിലൂടെ നടക്കുമ്പോൾ ദൈവം നമ്മളെ ആക്കി വെച്ച ഇടങ്ങളിൽ നിന്ന് നമ്മളെ എടുത്ത് മാറ്റും എന്ന് പറഞ്ഞാൽ കാലാ പെറുക്കുന്ന ഒരു അനുഭവമുണ്ട്. ദുർമാർഗങ്ങളിലൂടെ പാപവഴികളിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കണ്ണീര് കുടിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. സങ്കടങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, നെടുവീർപ്പുകളിലൂടെ കിടന്നാൽ ഉറക്കം വരാത്ത രാത്രികളുണ്ടാവും. ജീവിതം വറ്റിവരേണ്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകും. കാരണം നമ്മളെ ആക്കി വെച്ച ഇടങ്ങളിൽ നിന്ന് നമ്മളെ ദൈവം എടുത്തു മാറ്റും. ആയതുകൊണ്ട് നീ തിരിച്ചു വന്നാൽ നിന്നെ എൻ്റെ തിരുസന്നദ്ധിയിൽ പുനഃസ്ഥാപിക്കാം. അതൊരു വാഗ്ദത്വമാണ്. അതുകൊണ്ട് പാപവഴികളെ ഉപേക്ഷിച്ചാൽ ദൈവം നിന്നെ ഉന്നതമായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഇടങ്ങളിലൊക്കെ ദൈവം നിന്നെ ഉപയോഗിക്കും. ഇനി നിൻ്റെ നാവ് വിലകെട്ടത് പറയാതെ നീ അത് സൂക്ഷിച്ചാൽ, അത് കൈകാര്യം ചെയ്താൽ നീ എൻ്റെ നാവ് പോലെയാവും. ദൈവത്തിൻ്റെ ഒരു വക്താവായിട്ട്, ദൈവത്തിൻ്റെ ഒരു ഉപകരണമായിട്ട് നമ്മളെ ദൈവം എടുത്ത് ഉപയോഗിക്കും. അതുകൊണ്ട് നാവ് വിശുദ്ധിയോടെ കൊണ്ടു നടക്കാൻ തക്ക വിധം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാം. പാവബോധത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും നയിക്കപ്പെടാൻ തക്ക വിധം, വീണ്ടും നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകാൻ തക്ക വിധം, ഒരു സ്ഥാപനത്തിന് തിരികെ വരാൻ തക്ക വിധം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. കരുണയുണ്ടാകണമെന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നോമ്പെടുക്കുന്ന ഓരോ മകനെയും മകളെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം കുറച്ചുകൂടി നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ തക്ക വിധം പാപബോധത്തിലേക്കും തിരിച്ചുവരവിനും നാവ് ഒരു ദൈവത്തിൻ്റെ ഉപകരണമായി മാറാനും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.